സുന്ദര സുവിശേഷം, ഇത് ജീവൻ നൽകും സുവിശേഷം. ജയ ജയ സുന്ദര സുവിശേഷം, ഇത് ജീവൻ നൽകും സുവിശേഷം. ജീവനായകൻ നമുക്കു തന്ന സത്യമനോഹര സുവിശേഷം, ഇത് ജീവൻ നൽകും സുവിശേഷം, ഇത് ജീവൻ നൽകും സുവിശേഷം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സുവിശേഷം എന്ന വിഷയത്തെക്കുറിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷം എന്ന വാക്കിന് നല്ല സന്ദേശം അഥവാ ഗുഡ് ന്യൂസ് എന്നാണ് അർത്ഥം. ഇന്ന് പത്രങ്ങൾ നോക്കിയാലും ദൃശ്യമാധ്യമങ്ങൾ പരിശോധിച്ചാലും ഒരു നല്ല വാർത്ത പോലും കേൾക്കാനോ കാണാനോ വായിക്കാനോ കഴിയുന്നില്ല. ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന വാക്കുകളാണ് നല്ല വാർത്ത, അതായത് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന വാർത്ത. സുവിശേഷം എന്നത് ഒരു ആശയമല്ല, ഒരു മതവുമല്ല. സുവിശേഷം ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ്. ദാവീദ് സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാർത്തയാണ് സുവിശേഷം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. യേശുവിൻ്റെ ജനന സമയത്ത് സ്വർഗത്തിലെ ദൂതന്മാർ ഈ നല്ല സന്ദേശം മാലോകരെ ആദ്യമായി അറിയിച്ചു. അതിപ്രകാരമായിരുന്നു: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെയും ജനനത്തിങ്കൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരാർത്ഥം ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. പാപിയായ മനുഷ്യനെ തള്ളിക്കളയാതെ സ്വയം ക്രൂശുമരണത്തിലൂടെ പാപപരിഹാരം വരുത്തിയ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, അഥവാ ദൈവിക കോടതിക്ക് മുമ്പാകെ കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. സുവിശേഷം വ്യക്തിജീവിതത്തിനെ പരിപൂർണ രൂപാന്തരം വരുത്തുന്നു. അതിനുള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണുവാനായിട്ട് കഴിയും. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. യേശുവിൻ്റെ പ്രസംഗം ഇപ്രകാരമായിരുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആകയാൽ മാനസാന്തരപ്പെടുക, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക, ദൈവിക സമാധാനം അനുഭവിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആശയറ്റവർക്ക് പ്രത്യാശ നൽകും സത്യസുന്ദര സുവിശേഷം, മൃതരായോർക്ക് ജീവൻ നൽകും ജീവനാഥന്റെ സുവിശേഷം, മൃതരായോർക്ക് ജീവൻ നൽകും ജീവനാഥന്റെ സുവിശേഷം, ഇത് ജീവൻ നൽകും സുവിശേഷം, ഇത് ജീവൻ നൽകും സുവിശേഷം.